സാർ എൻ്റെ ഒരു സംശയമാണ്. ഈ കഴിഞ്ഞ ദിവസം PC ജോർജ് ഗാന്ധിജിയെ കുറിച്ച് എന്തോ പറഞ്ഞു, ഗാന്ധിജി അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നു. ഗാന്ധിജി ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്നൊക്കെയാണ് PC ജോർജ് പറയുന്നത്. നമുക്ക് അഭിപ്രായമില്ല, നമ്മൾ ഗാന്ധിജി അപമാനിക്കാനും പോകുന്നില്ല, അധിക്ഷേപിക്കാനും പോകുന്നു, അദ്ദേഹം രാഷ്ട്രപിതാവാണ്. പക്ഷെ എന്റെ സംശയം അതല്ല. ഗാന്ധിയെ കൊന്നത് RSS ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് മുതലെടുപ്പ് നടത്തുന്നത്. ഇടയ്ക്ക് CPM അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. ഗാന്ധിയെ കൊന്നത് RSS ആണെന്ന്. ഗാന്ധി കുടുംബം അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല. ഈ ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കുന്നവർ, അല്ലെങ്കിൽ RSSനെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നവർ, ഇന്ദിരാഗാന്ധിയെ കൊന്നത് സിഖുകാരാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കാത്തത്? ഇത്തരത്തിൽ ഇതെന്റെ ഒരു സംശയമാണ്. എനിക്ക് ഇന്ന് ഈ ഒരു PC ജോർജിന്റെ ഒരു വാർത്ത കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത് എന്തുകൊണ്ടാണ് സിഖുകാരാണ് ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രി, ഉരുക്ക് വനിത എന്നൊക്കെ പറയുന്ന ഇന്ദിരാഗാന്ധിയെ കൊന്നത് സിഖുകാരാണ്, അതുകൊണ്ട് സിഖുകാരോട് ഞങ്ങൾക്കത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ RSSനോട് കാണിക്കുന്നത്, അത് ആരും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇവർ പറയുന്നതാണ് ഗോഡ്സെ RSSകാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താണ് അങ്ങനത്തെ ഒരു നിലപാട് കോൺഗ്രസ്? ഇത്രയും ഗാന്ധിജിയോട് ഇത്രയും സ്നേഹം കാണിക്കുന്ന കോൺഗ്രസ് എന്തായാലും ഇന്ദിരാഗാന്ധിയോട് സ്നേഹം കാണിക്കണം, അതിൽ കൂടുതൽ കാണിക്കണം. എന്താണ് സിഖുകാരോട് അവർക്കൊരു ഇതില്ലാത്തത്? നല്ല ചോദ്യം. ഞാൻ സത്യമായിട്ടാണ് ഈ ചോദ്യം ആദ്യമായിട്ടാണ് അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ചില ഉത്തരങ്ങൾ പറയാം. തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളതെല്ലാം കൂടെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അതിൽ നിന്നൊരു ഉത്തരം പറയാൻ ശ്രമിക്കാം. കാരണം ഇത്രയും വലിയൊരു നല്ലൊരു ചോദ്യമാണ്. ഞാൻ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഒരു ബബ്ബ പറയാം, അത്രയും പറയാൻ പറ്റൂ. ഉത്തരം മുട്ടിപ്പോവും. അതായത് പാഞ്ചാലി അന്ന് ചോദിച്ചില്ലേ കൗരവ സദസ്സിൽ വെച്ച്, സ്വയം ആക്ഷിപ്തയായപ്പോൾ, വസ്ത്രാക്ഷേപത്തിന് വിധേയമായപ്പോൾ, ഇതാണോ ധർമ്മം എന്ന് ചോദിച്ച ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം പറഞ്ഞു? അവിടെ ആരാ ഇല്ലായിരുന്നത്? പണ്ഡിതന്മാർ, ജ്ഞാനവൃദ്ധന്മാർ എല്ലാം ഉണ്ടായിരുന്നല്ലോ. ആർക്കെങ്കിലും അതിന് ഉത്തരം പറയാൻ പറ്റും? അതുപോലൊരു ചോദ്യമാണിത്. വലിയൊരു ചോദ്യം, നല്ലൊരു ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു ഹിന്ദുവാണ് കൊന്നത് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞു, നല്ല കാര്യം തന്നെ. പക്ഷേ ആ ഹിന്ദു കൊന്നതൊരു മുസ്ലിമിനെ അല്ലല്ലോ എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. ഒരു മുസ്ലിമിനെ കൊന്നാൽ അത് വർഗീയം, മുസ്ലിമിനെ കൊന്നും വർഗീയ ലഹളകൾ ഉണ്ടായിക്കൊണ്ട് ഇവിടെ ചോരച്ചാലുകൾ ഒഴുകി വീണ്ടും ഹിന്ദുവിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹിന്ദു ന്യൂനപക്ഷമല്ല, ഒന്നും ഇല്ലാതായി തീരുക. അങ്ങനെ ചെയ്തില്ല. മഹാത്മാഗാന്ധി ഒരു ഹിന്ദു ആയതുകൊണ്ട് നിണച്ചാലുകൾ വീണ്ടും ഇന്ത്യയിൽ ഒഴുകിയില്ല എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി ആർക്ക് വേണ്ടിയായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ ഉപവാസങ്ങൾ അനുഷ്ഠിച്ചത്? ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം സ്ഥാപിച്ചെടുത്ത ആർക്ക് വേണ്ടിയായിരുന്നു? മുസ്ലിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഭൂരിപക്ഷം എന്ന് പറയുന്നത് ത്യാഗം സഹിക്കണം. ഹിന്ദുക്കൾ ത്യാഗം സഹിച്ച് എല്ലാം അനുഭവിച്ചുകൊണ്ട് നിങ്ങളെ കൊല്ലുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി മരിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ പ്രബോധിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഗീതയും അതുപോലെ തന്നെ വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ച ഒരാൾക്ക്. അങ്ങനെ ധർമ്മം രക്ഷിക്കപ്പെടണം. നിങ്ങൾ മരിച്ചുകൊള്ളൂ, ആ മരണത്തിലൂടെ അവർ വിജയിക്കട്ടെ, അതിൽ സന്തോഷിക്കൂ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളൊരു തത്വം പറയുന്ന ഒരു മതത്തിന് അങ്ങനെ മാത്രമേ കഴിയൂ. അങ്ങനെ തന്നെയാണ് കാശ്മീരിൻ്റെ താഴ്വരയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായത്. ഇറാനിൽ വന്ന സൂഫികൾ അവിടെയുള്ള ഹിന്ദുക്കളെയെല്ലാം, ബുദ്ധമതക്കാരെയും സിഖുകാരെയും മതം മാറ്റിയപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പുരോഹിതൻ പണ്ഡിറ്റിനോട് ആളുകൾ പരാതി പറഞ്ഞു, എല്ലാവരും തിരിച്ചു ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ മറ്റവർക്കായിരിക്കും ഭൂരിപക്ഷം. പക്ഷേ കൽഹണൻ്റെ നാടായിട്ടുള്ള കാശ്മീരിൽ അവിടുത്തെ പണ്ഡിതന് അങ്ങനെ പറയാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, അവർക്കിഷ്ടമുള്ള മതങ്ങളിലേക്ക് പോയിക്കൊള്ളട്ടെ, അവരെ തിരിച്ചു വിളിക്കുക എന്നുള്ളത് ഹിന്ദുമതത്തിൻ്റെ ധർമ്മമല്ല. അതാണ് ഹിന്ദുമതം. മറ്റൊരു മതത്തിലെ പോകുന്ന ആൾക്കാരെ തിരിച്ചു വിളിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമല്ല. അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ പോകട്ടെ, എന്താ കുഴപ്പം? ഒരേ കടലിലേക്ക് പോകുന്ന നദികൾ മാത്രമാണ് ഈ മതങ്ങളെല്ലാം. എൻ്റെ മതത്തിലായാലും അവരുടെ മതത്തിലായാലും അവരെല്ലാം ചെന്നെത്തുന്നത് ഈശ്വരനിലേക്ക്, സാക്ഷാൽ ബ്രഹ്മത്തിലേക്ക്. പിന്നെ ഞാൻ എന്തിനു പറയണം എന്നുള്ള വിചാരമാണ് ഹിന്ദു വിചാരം. അതേ വിചാരത്തോടു കൂടിയുള്ള ഒരു ഋഷീശ്വരനായിരുന്നു മഹാത്മാഗാന്ധി എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ജീവിച്ചതും ശ്വസിച്ചതുമെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി. പക്ഷേ ആ ന്യൂനപക്ഷം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുസ്ലിങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങി. ഇവിടുത്തെ പാഴ്സികളുണ്ടായില്ല, ബുദ്ധമതക്കാരുണ്ടായില്ല, ജൈനമതക്കാരും ഉണ്ടായില്ല, ആ ചിന്തകളുണ്ടായില്ല. ഹിന്ദു മുസ്ലിം ഐക്യം, ഈശ്വര അള്ള, ബാക്കി ദൈവങ്ങൾ എവിടെ പോയി? അത് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ സംശയമാണ് ഇതും. ഈശ്വര അള്ള നേരേതാണ്, ഈശ്വരനും അള്ളായും മാത്രം മതിയോ? ബാക്കിയുള്ള ദൈവങ്ങൾ, ഗുരുനാനൊക്കെ എവിടെ പോയി? പാഴ്സികളുടെ ദൈവം എവിടെ പോയി?
അവരൊന്നും വേണ്ടേ? ന്യൂനപക്ഷമായതുകൊണ്ടാണോ അത്? ഞാൻ ചോദിക്കുക, എൻ്റെ ഒരു ചോദ്യം. ഞാൻ ഗാന്ധി വിരുദ്ധനാണ്, ഗാന്ധിയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ്, ഗോഡ്സെയും ഗാന്ധിയിൽ അങ്ങേയറ്റം വിരുദ്ധ. പക്ഷേ അന്നത്തെ ഇന്ത്യ കാണുന്ന ആർക്കും നമ്മളെ ഈ കമ്പൻമെട്ടിൽ കൂടി കാലികളെയൊക്കെ ഉണ്ടല്ലോ ബീഫ് ഉണ്ടാക്കി കഴിച്ച് ചിലർക്ക് ആസ്വദിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അവരുടെ ദേഹത്തേക്ക് സ്പീഡ് കൂടാൻ വേണ്ടി കമ്പിപ്പാര കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് ചോരയൊലിപ്പിച്ചുകൊണ്ട് ഈച്ചയിരിക്കുന്ന വ്രണങ്ങളുമായിട്ട് അവർ നടന്നിങ്ങോട്ട് വരുന്നു. ചില പണക്കാരുടെ മേശ അലങ്കരിക്കാൻ വേണ്ടിയാണ്, ഡൈനിങ് ടേബിൾ അലങ്കരിക്കാൻ വേണ്ടി, അവിടെ അവന് കള്ളിൻ്റെ കൂടി ഇതും കൂടെ കഴിക്കാൻ വേണ്ടി ബീഫുമായിട്ട് വരുന്നു. ഈ കാലികളുടെ ദുഃഖം ആരെങ്കിലും അറിയുന്നുണ്ടോ? അതുപോലെയായിരുന്നു ഹിന്ദുക്കളുടെ കാര്യം. വെട്ടി മുറിവേൽപ്പിക്കാൻ വേണ്ടി കൊച്ചു കുട്ടികളുമായിട്ട്. ധന്യ ഒരു അമ്മയല്ലേ, ഒരു കുട്ടിയുള്ളത്. ആ കുട്ടിയെയും കൊണ്ട് സ്വയം മരണത്തിലേക്ക് പോകുമ്പോൾ ധന്യയുടെ മനസ്സെങ്ങനായിരിക്കും? അങ്ങോട്ട് പോകുമ്പോൾ ഈ കാപാലികന്മാർ വെട്ടി മുറിവേൽപ്പിച്ച് സ്വന്തം മുന്നിലിട്ട് ഈ കുഞ്ഞിനെ കൊല്ലുകയാണ്. ഗർഭിണിയാണെങ്കിൽ വയർ വളർന്നിട്ട് കുഞ്ഞിനെ പുറത്തെടുത്ത് കൊല്ലുകയാണ്. അതുപോലെയുള്ള എത്രമാത്രം വേദനകൾ അനുഭവിച്ചുകൊണ്ടാണ് ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് പലായനം ചെയ്ത് അങ്ങോട്ടും ഒരു പക്ഷേ അങ്ങനെ. പക്ഷേ ഈ ഇറച്ചി കഴിക്കാത്തവരും പ്യുവർ വെജിറ്റേറിയൻസും ആയതുകൊണ്ട് ഹിന്ദുക്കൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഒരു മൃഗീയ മനസ്സ് വരികയില്ലായിരുന്നു. ചോര കണ്ടാൽ തലകറങ്ങി വീഴുന്ന ഹിന്ദുക്കളാണ്. എന്താ ഗാന്ധിജി അങ്ങനെ ഒരു നിലപാടെടുക്കാൻ? രാഷ്ട്രപിതാവാണ് എന്നൊക്കെ പറയുന്നു, അഹിംസയാണ് അദ്ദേഹത്തിന്റെ പിന്നെന്താ പറയുക, മുഖമുദ്ര എന്ന് പറയുന്ന ഗാന്ധിജി മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ജീവിച്ചിട്ട് ഹിന്ദുക്കളെ, ഞാനും അത് പലയിടത്തും വായിച്ചിട്ടുണ്ട്, നിങ്ങളെ മുസ്ലിങ്ങൾ കൊന്നാൽ നിങ്ങളത് ധൈര്യപൂർവ്വം ഏറ്റുവാങ്ങി നിങ്ങൾ മരിക്കുക, ജീവത്യാഗം ചെയ്യുക, അതിൽ നിങ്ങൾ തിരിച്ചുപദ്രവിക്കാതെ മുസ്ലിങ്ങൾക്ക് നേരെ കയ്യോങ്ങ ഒന്നിനും നിങ്ങൾ പോകരുത്, നിങ്ങൾ ജീവത്യാഗം ചെയ്യേണ്ടവരാണ്, അത് സന്തോഷപൂർവ്വം നിങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പലരും ഇത്തരത്തിൽ ചില ആളുകളുടെ പോസ്റ്റുകളൊക്കെ ഞാൻ പലയിടത്തും വായിച്ചിട്ടും കണ്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും ചോദിക്കുകയാണ്, എന്താണ് അങ്ങനെ ഒരു ഇത് ഈ ഒരു കാലഘട്ടത്തിൽ ഹിന്ദു മുസ്ലിം അങ്ങനെ വളരെ കുറച്ച് ആളുകൾക്ക് അങ്ങനെ ഒരു മെന്റാലിറ്റി മനോഭാവമൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ ജെൻസി കുട്ടികളെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു വിദ്വേഷമൊന്നും മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലത്തെ രീതിയൊന്നും അവർ നോക്കാറില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു സംശയമാണ്, എന്താണ് ഈ മഹാത്മാഗാന്ധിക്ക് ഇത്ര ഒരു സ്നേഹ കൂടുതൽ അവരോട് മാത്രം ഉണ്ടാകാനുള്ള കാരണം? ധർമ്മപുത്രരായതുകൊണ്ട്. ധർമ്മപുത്രർ ഇത് തന്നെയല്ലേ പറഞ്ഞത്, യുദ്ധം വേണ്ട എന്ന് അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ ത്യാഗങ്ങളും. ഒരു ധർമ്മപുത്രരായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ്. യുദ്ധം വേണ്ട എന്നാ പറഞ്ഞെങ്കിൽ രണ്ടു പക്ഷത്തോടും പറയണ്ടേ സാർ? അവരെ ഉപദ്രവിക്കരുത് ഇവരെ ഉപദ്രവിക്കരുത് എന്നല്ലേ യഥാർത്ഥ ഒരു നയിക്കുന്ന ഒരു നേതാവോ നായകനോ ഹീറോയോ ആരായാലും പറയേണ്ടത്? അവിടെ സംഭവിച്ചെന്താ? അവരുടെയും പറഞ്ഞു, പക്ഷെ അവർ പുല്ലുപോലെ ഭവിച്ചില്ല. അവർ ജിന്ന പറഞ്ഞതേ കേട്ടുള്ളൂ, അള്ളാഹ് പറയുന്നത് അവർ കേൾക്കത്തുള്ളൂ, മറ്റാരും അവർക്ക് ആരാധ്യരില്ല. പക്ഷേ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് കണ്ട ദൈവമായിരുന്നു മഹാത്മാഗാന്ധി, ആരാധ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞാൽ അവർ നിർത്തും. ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ അവരെന്ത് ക്രിയയാണോ മുസ്ലിങ്ങൾക്കെതിരെ ചെയ്താൽ അത് അവിടെ പിടിച്ച പിടിയാലേ നിൽക്കും, ബ്രേക്ക് ഇട്ട പോലെ, സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. പക്ഷേ മുസ്ലിങ്ങൾ അങ്ങനെയല്ല. അവരുടെ ബോധ്യം, അവരുടെ മതത്തിൻ്റെ ബോധ്യം അതനുസരിച്ച് പറഞ്ഞു. മഹാത്മാഗാന്ധി ഞങ്ങൾക്ക് ആരുമല്ല എന്നുള്ള മട്ടിൽ പറഞ്ഞു. അവർക്കൊരു തടസ്സമയമായിരുന്നില്ല മഹാത്മാഗാന്ധി, പക്ഷേ ഹിന്ദുക്കൾക്കൊരു തടസ്സമായിരുന്നു. പലപ്പോഴും നിവൃത്തിയില്ലാതെ പള്ളിയിൽ വന്ന് ചേക്കേറിയ അഭയാർത്ഥികളായിട്ട് വന്ന ഹിന്ദുക്കളോട് ആ പള്ളി വിട്ട് ഒഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സത്യാഗ്രഹം. എങ്ങോട്ടാണ് പോകാനൊരു വഴിയൊരുക്കണ്ടേ? ഇന്ത്യയിലെ ഭരണകൂടം എത്രമാത്രം നിസ്സഹായമായിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നല്ലോ പ്രധാനമന്ത്രി. എന്തുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ മരണം തടഞ്ഞില്ല? അതൊരു വലിയ ഫെയിലുവർ അല്ലേ? നിങ്ങളിപ്പോൾ പറയുന്നത്. അപ്പൊ എന്താ സാർ സിഖുകാരോട് അവർക്ക് ഈ വിദ്വേഷവും ദേഷ്യവും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്തത്? സിഖുകാരോ ഇന്ദിരാഗാന്ധിയെ അതെന്നാണല്ലോ നമ്മൾ ഉത്തരം തേടുന്ന ചോദ്യം. അതായത് സിഖുകാരോട് പറഞ്ഞ മാസമായിട്ട് വോട്ടുകൾ നഷ്ടപ്പെടും. മുസ്ലിങ്ങളാണ് കൊന്നതെങ്കിൽ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞാൽ, ഇപ്പം സൽമാൻ റുഷ്ദിയെ കൊന്നത് മുസ്ലിമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസമായിട്ട് മുസ്ലിങ്ങളെല്ലാം കൂടെ എതിരായിത്തീരും. സിഖുകാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അതുപോലെ വേറെ ഏത് മതത്തിൻ്റെ സെമറ്റിക് ആയിട്ടുള്ള ഏത് മതത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ മാസമായിട്ട് വോട്ട് വീഴും. ഇങ്ങനെയൊന്നും ഒരു നഷ്ടവും ഇല്ലാതെ പറയാൻ പറ്റിയ ഒരു വക എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദു ജന്തുക്കളെ ഇല്ല കമ്പം വെട്ടിക്കൂടെ വരുന്ന കന്നുകാലികളെ പോലെ കുന്തം വെച്ച് കുത്തിയാലും പാര വെച്ച് കുത്തിയാലും കമ്പി കൊണ്ട് കുത്തിയിറക്കി ദശയിൽ കൂടി ചോര ഒലിച്ചാലും ആരും ഒന്നും ചോദിക്കാനൊന്നുമില്ല. നമുക്ക് എന്താ വേണ്ടത്? മേശപ്പുറത്തെ പ്ലേറ്റിലെ ബീഫാണ്. ഒരു ഏത്തക്കാപ്പം കൂടെ കൂട്ടിക്കഴിച്ചാൽ നല്ല സ്വാദാണെന്നാണ് പറയുന്നത്. ഇപ്പം അങ്ങനെ അവൻ കോമ്പി അങ്ങനെ കഴിക്കാൻ നമുക്ക് ആ സുഖം നമുക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് കുത്തുകയും അതിനെ കല്ലെറിഞ്ഞുമൊക്കെയാണ് കൊല്ലുന്നത്. അറിയാമോ എത്ര ക്രൂരമായിട്ടാണ് ഇതിനെ കൊല്ലുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെയാണ് ഹിന്ദുക്കളോടുള്ളവരുടെ. അതാണ് ഞാൻ പറഞ്ഞത്. അത് ചിലർക്ക് സ്വാദ് കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ ചിലർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ഹിന്ദുക്കളെ ഇതുപോലെ ഉപദ്രവിക്കുന്നു. ചിലർക്ക് സ്വാദ് കൂട്ടാൻ വേണ്ടി കാളകളെ, അവിടുത്തെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കാളകളെയും പശുക്കളെയും, പണ്ട് പശുക്കളും ഉണ്ടായിരുന്നു, ആ പശുക്കളെയും ഒക്കെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കുന്നു. ആ പീഡനം അത് ഏറ്റുവാങ്ങാൻ
നീക്കുതരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ഒരു വർഗമാണ് ഹിന്ദുക്കൾ. അവരവരുടെ സ്വത്വം പ്രതീക്ഷിച്ചാൽ അതിന് പറയുന്ന പേരാണ് വർഗീയത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.